ഓക്കെ, അടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് നല്ല വിജ്ഞാനമുള്ള സ്പോർട്സിനെ പറ്റിയാണ് ഇങ്ങനെ പറയാൻ പോകുന്നത്. എന്ത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കുക. സ്പോർട്സിനകത്ത് മെയിൻ ആയിട്ട് കൊടുത്തേക്കുന്ന ഹെഡ് ഉലച്ചു എന്നാണ്. അപ്പം തലപോയോ? അതല്ല, ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ മത്സരം നടക്കുമായിരുന്നല്ലോ. അപ്പം ഓസ്ട്രേലിയ നൽകിയ പിന്ത് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം തോൽവിയിലേക്ക് പോവുകയാണ്. ഭയങ്കര ആരാധകരുള്ള ഒരു കളിയായിരുന്നു കേട്ടോ. ഭയങ്കര ക്രിക്കറ്റില് ആരാധകർ കൊണ്ട് അമ്മാനം അടിയിക്കുന്ന സ്പോർട്സ് ആയിരുന്നു പിങ്ക് ടെസ്റ്റ്. അപ്പം അത് പിങ്ക് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം തോൽവിയിലേക്ക്. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം കളി തീരുമ്പോൾ അത്ഭുതങ്ങൾ മാത്രമായിരിക്കും രോഹിത് ശർമ്മയും കൂട്ടരെയും രക്ഷിക്കുക. അപ്പം അത്ഭുതങ്ങളായിരിക്കും അവരെ രക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പം 187 റൺ ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച ഇന്ത്യക്ക് 128 റൺ എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടമായി. അപ്പം 128 റൺ എടുക്കുന്നതിനിടെ 5 വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. അപ്പോൾ 5 വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ 29 റണ്ണ് പിന്നെ. അപ്പോൾ 5 വിക്കറ്റ് മാത്രം കയ്യിലുള്ളപ്പം അവർക്ക് 29 റണ്ണാണ് ബാക്കിയായിട്ട് നിന്നത്. അപ്പോൾ പിന്നെ ഡ്രാവിസ് ഹെഡിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സെഞ്ചുറി കരുത്തിൽ ഓസീസ് ഒന്നാം ഇന്നിങ്സിൽ 337 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. അപ്പം ഹെഡ് 141 പന്തിൽ 140 റൺ എടുത്തു. എന്താണെങ്കിലും ഇന്ത്യ തോൽവിയിലേക്ക് തോറ്റു. എന്താണെങ്കിലും കുഴപ്പമില്ലല്ലേ, തോറ്റിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ശുഭ്മാൻ ഗില്ലിന്റെ സ്റ്റമ്പ് തെറിപ്പിച്ചത് ഭയങ്കര വേദനാജനകമായ ഒരു കാര്യമായിരുന്നു കേട്ടോ. ക്ലീൻ ബൗൾ ഒറ്റയടിക്ക് കൊണ്ട് സ്റ്റമ്പ് പറപ്പിച്ചതാണുള്ളത്. ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് വളരെ ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ അധികം വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ നിരവധി ആരാധകരുണ്ട്. ഞങ്ങളുടെ ക്യാമറയുടെ പുറകെ നിരവധി ആരാധകർ ഇന്ന് കരച്ചിലാണ്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ പെടുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല. കാരണം അവർ അത്രത്തോളം വിഷമത്തോടെയാണ് ഇന്നിരിക്കുന്നത്. അതെ. പിന്നെ ബുംറ അറ്റ് 50, അതായത് ഓസീസിനെതിരെ 4 വിക്കറ്റ് എടുത്തതോടെ ഒരു കലണ്ടർ വർഷം 50 വിക്കറ്റ് എടുക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പേസറായി ബുംറ മാറി. അതായത് ഒരു കലണ്ടർ വർഷം 50 വിക്കറ്റ് എടുക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പേസറായിട്ട് ബുംറ മാറിയിരിക്കുകയാണ്. അതെ. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്. ഇന്ത്യ തോറ്റാൽ കേരളവും തോക്കും. കേരള ബ്ലാസ്റ്റേഴ്സും നല്ല വമ്പിച്ച തോൽവി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ കളിയുണ്ടായിരുന്നു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിൽ മാറ്റമില്ല. ഇപ്പോഴും മോശം പ്രകടനം തന്നെ തുടരുകയാണ്. ബാംഗ്ലൂർ FC മുന്നിൽ തകർന്നടിഞ്ഞു. സുനിൽ ഛേത്രി ഹാട്രിക്കുമായി നിറഞ്ഞോടിയപ്പോൾ 4-2 ബാംഗ്ലൂരുവിന്റെ ജയം. 11 കളിയിൽ മിക്ക എനിക്ക് എപ്പോഴും റിപ്പീറ്റ് വന്നിട്ടിരിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സും വമ്പിച്ച തോൽവിയോടെ വീണ്ടും അങ്ങനെ ഇരിക്കുകയാണ്. കപ്പടിക്കും കലിപ്പടിക്കും. ഇതാണ് കപ്പടിക്കും കലിപ്പടക്കും. അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു 2 വർഷം മുമ്പൊക്കെ. എന്താണെങ്കിലും ഇതുവരെ കപ്പ് അടിച്ചില്ല, കലിപ്പും അടങ്ങിയിട്ടില്ല. ഇനി അടുത്ത കളിയിലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ആ കളിയില് സുനിൽ ഛേത്രിക്ക് ഹാട്രിക് ഉണ്ട്. അതെ, അത് പറഞ്ഞായിരുന്നു, ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. എന്താണെങ്കിലും അദ്ദേഹം ഹാട്രിക് അടിച്ചിട്ടുണ്ട്. നമുക്ക് നിർത്തിയാലോ സ്പോർട്സ്? അതെ, സ്പോർട്സ് ഞങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്.